നമ്മുടെയൊക്കെ ലൈഫിൽ എന്തും ആസ്വാദകരമായിട്ടുള്ള ഏതൊരു മുഹൂർത്തമോ അല്ലെങ്കിൽ ഏതൊരു കാലഘട്ടവും നമുക്ക് വേണമെങ്കിൽ ഹണിമൂൺ എന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയും പറയാൻ പറ്റും. ഡെയിലി ഹണിമൂണാണ്, ഡെയിലി ബർത്ത്ഡേ അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളുടെ പേരെന്താണോ? അല്ല അല്ല, അപ്പൊ നിങ്ങളുടെ ഒരു ഹണിമൂൺ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് നൈറ്റിലെ ഹണിമൂൺ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാരണം ஹனிமூன் எப்படி இருக்கும், ஃபர்ஸ்ட் நைட் எப்படி இருக்கும்னு கேக்குறேன். നിരഞ്ജന പറയൂ. അല്ല, എന്നാലും ഗ്രേസ് ഇവിടുന്ന് ചിന്തിച്ചു വിട്ടോ. അല്ല, ഗ്രേസ് അറിയാം ഞാൻ വൈനും കൊണ്ട് കയറണോ മറ്റേ പേരെന്തിലെടുക്കായിട്ട് കയറോ? ഞാൻ ആലോചിക്കുക, അന്നത്തെ ഒരു ദിവസം ഭയങ്കര ടയേർഡ് ആയിരിക്കില്ലേ, അന്നേരം ഈ പാലുമഴൊക്കെ കുടിച്ച് ഇരിക്കാൻ ആർക്കാ നേരം? അല്ലെങ്കിൽ ഈ പാലുമഴ കുടിക്കുന്നത് എന്തിനാ? എന്നിട്ട് എന്താ കൊണ്ടുവരണ്ടേ? എന്താ കൊണ്ടുവരണ്ടേ? മന്തി. കഴിച്ചിരിക്കോ? എനിക്ക് ബിരിയാണിയാണ്, പക്ഷെ ബിരിയാണി വെച്ചിട്ട് നന്നായിട്ട് വയറിളക്കിയിരുന്നാണ്. ഛർദിക്കുകയും ചെയ്തു. 19 തവണ ഛർദിച്ചു. അതിന് ശേഷം എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് 4 പെൺകുട്ടികളാണ്. ഒരു പെൺപടം തന്നെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കനിക് സുധി, ഗ്രേസ് ആന്റണി, നിരഞ്ജന അനൂപ് ആൻഡ് അമ്മു അഭിരാമി. അപ്പോൾ ഇതിലൊരാൾ നമ്മുടെ മലയാളിക്കുട്ടിയല്ല, അങ്ങ് തമിഴിന്ന് വന്നേം കാണാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ എവിടെ നിങ്ങളുടെ ഹീറോ? എവിടെ? നമ്മുടെ KGF-നായിട്ട് ചോദിച്ച പോലെ നിങ്ങളുടെ ഹീറോ എവിടെ? ഹീറോ ഇതിൽ ഹീറോ ഇല്ലല്ലോ. ഹീറോ ഉണ്ടോ ഇതിലും? ചരിത്രം മാറ്റി കുറിക്കരുത്. ഹീറോയിൻസ് മാത്രമേ ഉള്ളൂ ഇതില്. ഹീറോയിൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ പാവ സുരാജേട്ടൻ തന്നെ ഞാൻ പോസ്റ്ററിലൊക്കെ കണ്ടു. സുരാജേട്ടൻ ജസ്റ്റ് പോസ്റ്ററിൽ വെക്കാൻ വേണ്ടി ഡേറ്റ് എടുത്തിട്ട് ഒരു പോസ്റ്ററിന് വേണ്ടി മാത്രം. എത്ര ദിവസം ഡേറ്റ്? ഒറ്റ ദിവസം. സുരാജേട്ടന് വിടില്ലാത്തത് കൊണ്ട് ഇവര് സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സുരാജേട്ടൻ വരുമ്പോ അതിനുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഉണ്ടാവണല്ലോ. അതെ, സുരാജേട്ടൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ പറയൂ, ഞാൻ നോക്കുമ്പോഴത്തേന് 5 സുന്ദരികളായ പെൺകുട്ടികളെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്, പോസ്റ്ററിലും നമ്മുടെ ട്രെയിലറിലൊക്കെ. അപ്പൊ ഇവിടെ 4 പേരുണ്ട്. അപ്പൊ എന്താണ് കഥ? എനിക്ക് ഏകദേശമൊക്കെ ടീസർ കണ്ടപ്പോഴത്തേന് മനസ്സിലായത് ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാള് കുറച്ച് പണം സമ്പാദിക്കാനൊക്കെ പെൺകുട്ടികളിലേക്ക് വരുന്നതാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെയാണോ? അതെ അതെ. അപ്പൊ അങ്ങനെ തന്നെയാണോ ഇതിന്റെ കഥയൊക്കെ? അതെ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി. മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ മറ്റേ എന്താ പറയുന്നത്, ഞാൻ എല്ലാ പടത്തിന്റെ പ്രൊമോഷൻ പോകുമ്പോഴേക്കും സിനിമയെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. സിനിമ പ്രൊമോഷൻ വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ, അതല്ലേ ശരി. പക്ഷെ ഇത് വെബ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് തുടക്കം തന്നെ എഴുതി കാണിക്കും ഏകദേശം പരിപാടികൾ എന്താന്നുള്ളത്. അങ്ങനെ മുഴുവൻ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് പറഞ്ഞു അല്ല, ഇപ്പം പറഞ്ഞ പോലെ എങ്ങനെയാണ് ആൾ അതിൽ കൂടെ കടന്നു പോകുന്നത്? ഈ പറഞ്ഞ പോലെ നിതിൻ അത് എഴുതിയിരിക്കുമ്പോ പല പല ആ ഒരു കാലഘട്ടം 1978 കാണിക്കുന്നത്. അപ്പൊ കേരളത്തിൽ പല സ്ഥലത്തുണ്ടായിരുന്ന ഓരോ പെൺകുട്ടികൾ അവരൊക്കെ ഏത് കാലത്ത് ആ ദേശം, അവിടുത്തെ സംസാരം, അവരുടെ വീടും ചുറ്റുപാടും ഒക്കെ ഉള്ള. അപ്പൊ ആ ഒരു വ്യത്യസ്തത ഓരോ എപ്പിസോഡിന് അത് അനുസരിച്ചുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ DOP ഒക്കെ ആ ഒരു ജിയോഗ്രഫിക്കലി ഉള്ള വ്യത്യാസം. എനിക്കും ടീച്ചർ കണ്ടപ്പോഴാണ് ഞാൻ മറ്റു പലതും കാണുന്നത്. നമ്മളില്ലാത്ത സീനുകളൊക്കെ അപ്പോഴാണല്ലോ കാണുന്നത്. ഇല്ലാത്ത സീന് കണ്ടിട്ടുണ്ടാവില്ല. ഡബിങ്ങിന് പോകുമ്പോൾ ചിലത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഗ്രേഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ജിയോഗ്രഫി, അതും ആ കാലഘട്ടത്തുണ്ടായിരുന്ന എന്താണ് ഇപ്പൊ ചെടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് കഥയിൽ കുറെ കാര്യങ്ങൾ. ചെടി എന്തിനാ അതിനിടെ വന്ന്? മരങ്ങൾ ഓർമ്മയില്ലേ? എനിക്ക് വന്നുകൂടാ തെങ്ങിൻ തോപ്പൊക്കെ കണ്ടപ്പോ. അങ്ങനെ ചെടിപ്രാന്തുണ്ട്. ഞാൻ വിചാരിച്ചു അതിനിടെ കയറിയാണ്. അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്തുണ്ടായിരുന്ന എന്തോ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെടികളുടെ സ്ഥലങ്ങളുടെ ഒരു ഇപ്പം എന്താണ് തെക്ക് ഭാഗത്ത് മരച്ചീനി എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിറയെ മുറ്റത്ത് നിന്നിരുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ ഓരോ സമയം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫാഷനിൽ ഉണ്ടായിരുന്ന ഫാഷൻ ചെടികൾ ഉണ്ടാവും. അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ആർട്ടിന്റെ ആളുകൾ ചിലയിടത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇപ്പം ഓരോ കഥാപാത്രം വരുന്ന സ്ഥലങ്ങൾ അനുസരിച്ച്
മലമ്പ്രദേശമാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അതും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് എനിക്ക് അങ്ങനെ തോന്നി ആട്ടുകാരെ ശ്രദ്ധിച്ചവർ. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ ടീച്ചർ നോക്കുമ്പോഴത്തേന് എല്ലാവർക്കും പല ഡിഫറെന്റ് എന്താ വെച്ചാൽ കാണുന്നത് അല്ലെ, ഓരോ ക്യാരക്ടറിന്റെ ഓരോ പ്രത്യേകതകൾ. ഒരാൾ മുസ്ലിം ആണെങ്കിൽ ഒരാൾ ക്രിസ്ത്യൻ. ചേച്ചിയുടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി ചേച്ചിയുടെ ഓരോ അപ്പിയറൻസ് ഒക്കെ. ഇവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു മതമാണത്. അങ്ങനെ ഒരു നിതിൻ പറയായിരുന്നു മറ്റു മതം മതം എന്നുള്ള രീതിയിലല്ല ആള് അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ പല മതങ്ങളുള്ളൊരു രാജ്യമാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. പക്ഷെ പല കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് ആള് കുറച്ചും കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ എന്നാണ് പറഞ്ഞു തന്നത്. ഇപ്പൊ ഗ്രേസിലേക്ക് വരുമ്പോഴത്തേനും ചട്ടയും മുണ്ടും ഒക്കെ ഇട്ട് ഭയങ്കര ഒരു പഴയ ട്രഡീഷണൽ ഇതിലാണ് നിൽക്കുന്നത്. ആദ്യമായിട്ട് ചട്ടയും കൊണ്ട് കൊടുക്കുന്നത് ആണോ? ഈ നമ്മുടെ ഫീൽ ആദ്യമായിട്ട് ജീവിതത്തിന്റെ ആദ്യമായിട്ട്? അല്ലാണ്ട് എല്ലാ ദിവസവും ചട്ടയും കൊണ്ട് അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടോ? ആ മാർഗംകളിക്ക് ഞാൻ മാർഗംകളി കളിച്ചിട്ടില്ല. മാർഗം ഇല്ലാത്ത പള്ളിയിലൊന്നും ഇങ്ങനെ പരിപാടിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഉടുക്കേണ്ടത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ചട്ടയും മുണ്ടിലൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക്? എല്ലാ ഡ്രസ്സ് കൊടുക്കുന്ന പോലെ തന്നെ തോന്നുന്നു. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല ചട്ടയും മുണ്ട് കൊടുത്തപ്പോ. പിന്നെ ഞങ്ങള് മാനാശ്ശേരി കൊച്ചി ആ ഏരിയയിൽ കുറച്ച് അമ്മമാരുണ്ട് ചട്ടയും മുണ്ട് ഇപ്പോഴും ഉടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് അറിയാം എങ്ങനെയാണ് ഉടുത്തു കഴിഞ്ഞാൽ അവരുടെ ബാക്കില് ഇങ്ങനെ ഫ്രിൽസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഞാൻ ചോദിക്കുകയും ചെയ്തു ഈ ഫ്രിൽസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം കറക്റ്റായിട്ട് അതും അറിയാവുന്ന കുറച്ച് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാ സിനിമയിലും അങ്ങനെ എല്ലാം അറിയാവുന്ന ആൾക്കാരുണ്ടാവാറില്ല. അപ്പൊ കൃത്യമായിട്ട് ഉടുപ്പിക്കുന്നതിനൊരു രീതി ഉണ്ട് അതിനൊക്കെ. അപ്പൊ അത് നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണുമ്പോൾ ഒരു ഭംഗിയുള്ളത്. പിന്നെ എല്ലാ ചട്ടയും മുണ്ടിനും ഒരു വൃത്തി ഉണ്ടാവില്ല. അതിന് പ്രത്യേക തരം കളേഴ്സ് ഒക്കെ ഉണ്ട്. വൈറ്റ് അല്ല, ഒരു കൈൻഡ് ഓഫ് ഓഫ് വൈറ്റ് ആയിരിക്കും. ഭയങ്കര വൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയി പോകും. അപ്പം അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചട്ടയമുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ചട്ടയമുണ്ട് അങ്ങനെയല്ല. ആ ചട്ടയമുണ്ടിന് ഒരു രീതിയുണ്ട് ഉടുക്കണേന്. ഇപ്പൊ അതൊക്കെ ആരും ശ്രദ്ധിക്കാതെ എങ്ങനെ പോവല്ലേ. പക്ഷെ അത് ഭയങ്കര നീറ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടറിന്. ഇങ്ങനെ ചട്ടയും മുണ്ടൊക്കെ ഉടുത്തേക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് നമ്മള് വീട്ടിൽ അമ്മച്ചിമാരെ കാണുമല്ലോ, അവരോടൊക്കെ ചോദിച്ചു അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഞാൻ നോക്കണം ശ്രദ്ധിക്കണം. അങ്ങനെ ഉടുക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് അമ്മാമ്മയോട് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ ക്യാരക്ടർ വന്നപ്പോൾ ചട്ടയും മുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചട്ടയും മുണ്ടോ? അപ്പൊ പറഞ്ഞ ഇല്ല, ഈ സമയത്ത് നടക്കുന്നതാണ്, ഈ ഒരു പീരീഡിൽ നടക്കുന്ന ക്യാരക്ടറാണ്, അതിന് ചട്ടയും മുണ്ടാണ് ഉടുക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് പാറ്റേൺ ഉണ്ട്. വെറുതെ അങ്ങനെ ഡ്രസ് ചെയ്യുന്നതല്ല, അവരുടെ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് രീതികളാണ് എല്ലാം ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും അത് ഉടുക്കുക, അതൊരു എക്സ്പീരിയൻസ് അല്ലേ, ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. ഭയങ്കര രസമായിരുന്നു. അത് കാലില് കൊലുസൊക്കെ ഉണ്ട്, ഭയങ്കര രസമുള്ള കൊലുസ്, പണ്ടത്തെ കൊലുസ്. അത് അതിന്റെ ആണി എല്ലാ ദിവസം പൊട്ടി പോകും. പിന്നെ അത് കിട്ടാനില്ല അത് പരിപാടി. അപ്പം അത് എല്ലാ മണികളും കിലിങ്ങില്ല. പിന്നെയാണ് മണികൾക്ക് എല്ലാത്തിന്റെ ഉള്ളിലും മണി വന്നു തുടങ്ങിയത്. ഇതിന്റെ എല്ലാം കിലിങ്ങില്ല, 2 3 ഒക്കെ കിലിങ്ങത്തുള്ളൂ. അപ്പൊ ഭയങ്കര രസം. അത് ഡീറ്റെയിലിംഗ് എല്ലാം ഭയങ്കര ഉണ്ട്. പക്ഷെ പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടയും കൊണ്ട് കൊടുത്ത് അതിന്റെ അടിയിൽ പാസരം കാണില്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യണം ആ മണി കിലിങ്ങണതും നടക്കുന്നതും ഭയങ്കരമായിട്ട് നമുക്ക്, അതായത് ആ സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കേറും ആ ക്യാരക്ടറിന്. അപ്പൊ നമുക്ക് തന്നെ പാസർ ഇടുമ്പോ നമുക്കൊരു ഫീൽ അല്ലേ പാദസർ ഇട്ടിട്ടുണ്ടെന്ന്. പിന്നെ വരുമ്പോ എല്ലാരും അറിയുമല്ലോ കിലിങ്ങി വരുമ്പോ. ഭയങ്കര രസമായിരുന്നു അത് എക്സ്പീരിയൻസ്. നിരഞ്ജനയുടെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേനും നോർമലി നമ്മൾ കാണുന്നത് ഒന്നുകിൽ കോളേജ് സ്റ്റുഡന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓഫീസിലെ കുട്ടി അല്ലെ, കഴിഞ്ഞ ടർബോയിലാണെങ്കിലും ബാങ്ക് ഓഫീസിലെ കുട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ലെവലിലാണ് നിൽക്കുന്നത് അല്ലെ ക്യാരക്ടേഴ്സ്. എങ്കിലും ചന്ദ്രികയിലാണ് കുറച്ചുകൂടി നാടൻ വേഷം വരുന്നത്. പിന്നെ ഇവിടെയാണ് കാണുന്നത് ഇത് പക്ക ഒരു ട്രഡീഷണൽ അല്ലേ, കണ്ണൊക്കെ എഴുതി നല്ല ഇതില് പഴയ ട്രഡീഷണൽ ലുക്കില് രീതിയിലാണ് എന്റെ ക്യാരക്ടർ. സാവിത്രി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പറഞ്ഞതുപോലെ എനിക്കും ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മുണ്ടും വേഷ്ടി കൊടുത്തിട്ടോ അങ്ങനെ. അമ്മമ്മയും എൻ്റെ അമ്മയും ഒക്കെ സ്ഥിരമായിട്ട് ഉടുത്തിരുന്ന ഒരു കാലത്ത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉടുത്ത് എനിക്ക് പെരുമാറാൻ എനിക്കൊന്നും അങ്ങനെ വലിയ പരിചയമില്ല. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അഭിരാമിയുടെ ക്യാരക്ടർ എന്താണ് ഇതില്? ഒരു തമിഴ്നാട്ടിൽ കുട്ടിയാണല്ലേ? I'm playing a Tamil girl in this and my name is Mori. So I'm not supposed to say much about the character, but romba paavam, like romba girl next door paavam, like she's also getting caught in his way and all those things will happen. So it's quite interesting. എനിക്ക് മനസ്സിലായി 4 കുട്ടികളും പാവങ്ങളാണെന്ന്. കാരണം ഞാൻ ഒരു കാര്യം ആ കുട്ടത്തിൽ പാവമല്ലാത്തവരെ 2 പേരും പാവങ്ങളല്ലേ. അപ്പൊ ചേച്ചി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞാണ്, കാരണം പണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെയൊക്കെ ഒരു പേരൻസിൻ്റെ സമയത്ത് ഈ സ്ത്രീധനമൊക്കെ ചിലപ്പം നിൽക്കും, അല്ലെങ്കിൽ ആ ജനറേഷനോടുകൂടി ഇതൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു തലമുറയാണ് നമ്മൾ. പക്ഷെ ഇപ്പോഴും ഇതിങ്ങനെ വരുന്നുണ്ട്. കാരണം
പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ഒക്കെ വരുമ്പോഴത്തേക്കിന് ഈ സ്ത്രീധനമൊക്കെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ചിലപ്പം അങ്ങനെ എല്ലാവർക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് മോക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിച്ചു വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പം ഈ ബ്രോക്കർ വഴിയും അങ്ങനെയൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ തിരക്ക് കൂടിയില്ല, ഇപ്പോൾ എവിടെ ഗൾഫിലാണെന്ന് പറയുമ്പോഴത്തേന് ഒന്നും തിരക്കത്തില്ല, ഓക്കെ എന്താണ് ജോലി എന്ന് പോലും തിരക്കാതെ ബ്രോക്കർ ഓക്കെ പറഞ്ഞാൽ ഓക്കെ ആകുന്ന ഒരു തലമുറയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ ലൈഫൊക്കെ പോയിട്ടുള്ള ഒരുപാട് കുട്ടികളെ നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിരിക്കും. കാരണം ഈ ഒരു 5 കല്യാണം കഴിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് ആ ആളെ പറ്റി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നല്ലേ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ചേച്ചി ഈ വേറബൌട്ട്സ് ഒന്നും തിരക്കാതെ നമ്മളിപ്പം ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് മറ്റേ പെൺമക്കളെയൊക്കെ പിടിച്ചു കൊടുക്കുന്ന ഒരുപാട് അല്ല എല്ലാരും ഉണ്ടെന്നല്ല, എന്നാലും കുറച്ചു പേരെങ്കിലും കാണത്തില്ലേ? അങ്ങനെയൊക്കെ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ടെന്നൊക്കെ? ഇപ്പൊ അങ്ങനെ ഉണ്ടോ കേരളത്തിലുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും തിരക്കാതെ ആരെങ്കിലും പെൺമക്കളെ പിടിച്ചു കൊടുക്കുവോ കേരളത്തിലോ? നമുക്ക് അറിയാത്തവരുടെ പോലും ഇൻസ്റ്റാഗ്രാമിൽ കയറി എല്ലാം അറിയാം നമുക്ക്. പക്ഷെ എന്നാൽ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നില്ല. കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ വായിച്ചിട്ടില്ല. അല്ല നമ്മള് ന്യൂസുകളൊക്കെ ഒരുപാട് കേൾക്കുന്നില്ല ഇപ്പൊ ഒരുപാട് സ്ത്രീധനത്തിന്റെ പേരില് ന്യൂസ്, അതായത് തിരക്കാതെ കല്യാണം കഴിപ്പിച്ചു. അല്ല നമ്മൾ തിരക്കാതെ കല്യാണം കഴിക്കുക മീൻസ് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നില്ല ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കി എന്നുള്ള ന്യൂസ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അവരെ അന്വേഷിക്കാതെ കല്യാണം കഴിപ്പിച്ചു? അല്ല ഇതെല്ലാം റിലേറ്റഡ് ആണല്ലോ ചേച്ചി. കാരണം ശരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരെ പറ്റി ഒന്നും ശരിക്കും അന്വേഷിക്കാതൊക്കെ കെട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇവരെ ഒരുപാട് അന്വേഷിച്ചാലും അതിനൊരു പരിധി ഉണ്ടല്ലോ. നമ്മള് ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അന്വേഷിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ തന്നെ ഒരാളുടെ കൂടെ കുറെ നേരം ചെലവഴിച്ചാൽ നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുന്നു, നമുക്ക് ഒരു കുറച്ച് ദിവസത്തെ പരിചയമല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും കുറെ കാലം കുറെ സമയമൊക്കെ ചെലവഴിക്കുമ്പോഴാണല്ലോ ശരിക്കും ഒരാളുടെ എന്താണ് അവരുടെ ചുറ്റുപാട് നമുക്കൊരു അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അന്വേഷിച്ചാലും നമുക്ക് ശരിക്കും ഒരു വീട്ടിൽ എങ്ങനെയാണ് ആളുകൾ അവരെന്താണ് ഇടപെടുന്നത് അതൊക്കെ കുറെ ഇപ്പൊ ഈ ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം അപ്പോഴും ഈ പറഞ്ഞ പോലെ മറച്ചു വെച്ചിട്ടുള്ള ഇഷ്ടമൊക്കെ നമ്മൾ എന്താണെന്ന് അറിയിക്കാതെ ഉള്ള ഇഷ്ടമാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾക്ക് പിന്നെ ഒരാളെ മനസ്സിലാവുള്ളൂ. എനിക്കൊന്നു അറേഞ്ച്ഡ് മാരേജിലും ചിലരൊക്കെ കുറച്ച് വർഷം കഴിഞ്ഞ് കഴിപ്പിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടും ഫാമിലി നല്ല പരിചയം. അപ്പൊ അത്രയും അറിയുമ്പോൾ മാത്രമേ അറിയാം. എനിക്കല്ലാതെ അതിനൊക്കെ പരിധിയില്ലേ. നമ്മള് ശരിക്കും വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ആൾക്കാരെ മനസ്സിലാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇയാൾ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ട് കല്യാണം കഴിച്ചാലും സ്ത്രീധനത്തിന്റെ പേരിൽ പിന്നെ ആളുകൾ പ്രശ്നം വായിക്കുന്നില്ലേ? അപ്പൊ നടക്കാറുണ്ടോ എന്താണ് ചോദ്യം? അതെ അങ്ങനെ കാരണം ഈ സിനിമയായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നി. കാരണം ഇപ്പൊ ഇതിനകത്ത് 5 കല്യാണങ്ങൾ കഴിക്കുന്നുണ്ട് സുരാജേട്ടന്റെ ക്യാരക്ടർ. കാരണം ഓരോ നാട്ടിലും കാരണം അധികം അറിയില്ല, ടീച്ചർ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഓരോ നാട്ടിലും ഓരോ കല്യാണങ്ങളായിരിക്കുമല്ലോ കഴിക്കുന്നേ. അപ്പം അധികം നമ്മൾ ആരും തിരക്കാതെ, കാരണം എന്തായാലും ഈ സാവിത്രി എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ ആകുമ്പോഴത്തേന് അത്രയും ട്രഡീഷണലി ഒരു ഇല്ലത്തൊക്കെ ആകുമ്പോൾ അവരെന്തായാലും അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ എങ്കിൽ പോലും അവിടെ കല്യാണം നടക്കുന്നു. അത് കൂടുതൽ നിങ്ങൾക്ക് ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെയുള്ളതിന്റെ ഉത്തരം കണ്ടു കഴിയുമ്പം ഏറെക്കുറെ മനസ്സിലാവും എന്തുകൊണ്ടാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അന്വേഷിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ്സുകൾ വന്നിട്ട് തന്നെ ബസ് യാത്രകൾ, കാർ യാത്രകളൊക്കെ അത്ര കോമൺ ആയിരുന്നില്ല. പിന്നെ 1978 ആകുമ്പോൾ അല്ല കുറെ കൂടി എന്നുവെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ എളുപ്പമാണ്. പക്ഷെ ഇൻഫർമേഷൻ ഫാസ്റ്റ് ആയി വന്നത് ഓരോ കാലം കഴിയുന്തോറും ആണല്ലോ. അപ്പൊ അത്രയ്ക്കൊന്നും നമുക്ക് അന്വേഷിക്കാൻ പണ്ട് കാലത്ത് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 1978 കാര്യമല്ല പറയണേ. പക്ഷെ എന്റെ അമ്മുമ്മയൊക്കെ പറഞ്ഞ് അവർക്ക് എത്രയോ നടന്നിട്ടാണ് പഠിക്കാനൊക്കെ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് കോളേജിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബസ്സൊന്നും ഉണ്ടാവില്ല വഴിയൊന്നും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് അതിന്റെ കണക്ഷൻ എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. സിനിമയായിട്ട് കണക്ഷൻ ഉണ്ട്, അത്രേ ഞാൻ ചോദിച്ചിരുന്നുള്ളൂ. പിന്നെ ഇതേപോലെ ഞാൻ നമ്മുടെ നിതിൻ ചേട്ടന്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ നിതിന്റെ പേര് ആദ്യം ഞാൻ മധുവിധു എന്നാണ് കണ്ടിരുന്നത്. പിന്നാണെങ്കിൽ നാഗേന്ദ്രൻസ് ഹണിമൂൺസിലേക്ക് വന്നത്. അതെന്താ അങ്ങനെ ഒരു ചേഞ്ചിന് കാരണം? അത് ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാർ എല്ലാ ലാംഗ്വേജിലും മധുവിധു കണക്ട് ആവില്ല എന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ്, അഭിപ്രായം വന്നതുകൊണ്ടാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസിലേക്ക് മാറിയത്. ഞങ്ങൾക്ക് ഇഷ്ടം മധുവിധു ആണ്. തുടക്കം മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം മധുവിധു എന്നുള്ളത്. കഥാപാത്രങ്ങളുടെ പേരൊക്കെ എടുക്കുമ്പോഴേ ലൈക്ക് എന്റെ പേര് തങ്കം, അങ്ങനെയൊക്കെ ഉള്ള പേര് മൊഴി
മൊഴി പിന്നെയും കുറച്ചും കൂടെ എനിക്ക് കണ്ടംപററി ആണെന്ന് തോന്നുന്ന ഒരു പേരാണ്. കാരണം അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ക്യാരക്ടർ, അതുകൊണ്ടും കൂടെ ആണ് തോന്നുന്നത് അങ്ങനെ. അല്ലാതെ നേരിട്ട പേരുകൾ വെച്ചിട്ട് മധു വിധു എന്ന് പറഞ്ഞൊരു കഥയിലുള്ള കഥാപാത്രങ്ങളായിട്ട് തോന്നും കുറെ കൂടി. ഇപ്പൊ ഈ നമ്മുടെ ഈ ഒരു വെബ് സീരീസിന്റെ പേരിൽ ഹണിമൂൺ ഉണ്ട്. ഇപ്പൊ ഈ ഹണിമൂൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ആഫ്റ്റർ മാരേജിലെ ഒരു കാലഘട്ടം എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ നമ്മുടെയൊക്കെ ലൈഫിൽ എന്തും ആസ്വാദകരമായിട്ടുള്ള ഏതൊരു മുഹൂർത്തമോ അല്ലെങ്കിൽ ഏതൊരു കാലഘട്ടവും നമുക്ക് വേണമെങ്കിൽ ഹണിമൂൺ എന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയും പറയാൻ പറ്റും. ഡെയിലി ഹണിമൂണാണ്, ഡെയിലി ബർത്ത്ഡേ അല്ലെ? അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും ഇങ്ങനെ ഹണിമൂൺ എന്ന് പറയാൻ? അറിയാൻ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും കുട്ടിക്ക്. തമിഴ് വേണോ ഇംഗ്ലീഷ്? ആ ഗ്രേസ് നാഗേന്ദ്രൻ തമിഴാ? തമിഴ് അവള് പറയുന്നുണ്ടല്ലോ. എന്റെ തമിഴ് എടുക്കേണ്ട ദൈവമായിട്ടില്ല. not just referring to honeymoon. If so, This what is interview is my honeymoon. Oh. That's your best. the best? Just saying because I'm with my favorite actresses, so. ഷോ ഇനിയിപ്പോ ഇത് Okay, Joe. Maybe let's start from there. I'll think. എന്താ ഇവിടെ തുടങ്ങിക്കോ. Pass. കൺചേച്ചി അങ്ങനെ ഒരു ഇതായിട്ട് ബെസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ് അങ്ങനെ എനിക്ക് ഒരു ഇതൊന്നും പറയാനില്ല. എനിക്ക് അത്യാവശ്യം ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും അത്യാവശ്യം ഹാപ്പി ആയിട്ടുള്ള എനിക്ക് അങ്ങനെ എനിക്കൊരു എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ വല്ലവർക്കും അടുപ്പമുള്ളവർക്ക് അസുഖം വരികയോ അങ്ങനെയൊക്കെ സങ്കടം വരും എന്നല്ലാണ്ട് എനിക്ക് പൊതുവേ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഹാപ്പി ആയിട്ടുള്ള ആളാണ്. ഒരു പ്രത്യേക ദിവസം അങ്ങനെ പ്രത്യേകിച്ചില്ല എനിക്കില്ല. എല്ലാ ദിവസവും ഭയങ്കര ആസ്വദിച്ചു പോകുന്ന ഒരാളാണല്ലേ അതാണ് ഗ്രേസ്. എന്റെ ഹണിമൂണാണോ ചോദിച്ചത്? അതിനി വരാനിരിക്കുന്നു. അതെ, അല്ല അങ്ങനെ ഒരു ടൈറ്റിലൊന്നും ഇടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ജീവിതത്തെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ മൊമെന്റ്സും ചെറിയ ചെറിയ മൊമെന്റ്സ് ആണെങ്കിലും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്നല്ല, പക്ഷെ ഞാൻ അതിൽ ഹാപ്പിയാണ്. ഏതൊരു മൊമെന്റ് ആണെങ്കിൽ പോലും അത് നെഗറ്റീവായിട്ട് വന്നാൽ ഞാൻ അതിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതിനെ ഹണിമൂൺ എന്ന് വിളിക്കണോ അതോ വേറെ എന്തെങ്കിലും വിളിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ ഭയങ്കര ഒരു ജോളി ഹാപ്പി പേഴ്സൺ. പക്ഷെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാൻ ഇരിക്കുന്ന ആ സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഞാൻ ഹാപ്പി ആക്കാൻ ശ്രമിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇട്ട് ചിരിപ്പിക്കാം. വേറൊന്നുമല്ല, അത് നമ്മുടെ കൂടെ ഒരാള് ഒരു മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതൊരു അത് വെറുതെ ഒരു ടൈം പോയതായിട്ട് ഫീൽ ചെയ്യരുത്. എന്തെങ്കിലും അവർ അതിൽ നിന്നൊരു ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാനോ അറ്റ്ലീസ്റ്റ് മാർക്ക് ഓഫ് ആൻ എന്റർടൈനർ, ഷീസ് എ പെർഫോമർ, അതുകൊണ്ട് അത് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര സോഷ്യൽ പേഴ്സൺ അല്ല. അപ്പോൾ ഞാൻ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ പോലും എനിക്കൊന്ന് ചിരിക്കണം എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. ഭയങ്കര സീരിയസ് ലൈഫിന് എനിക്ക് താല്പര്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. നിരഞ്ജന പറഞ്ഞ പോലെയൊക്കെ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇവന്റിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഭയങ്കര ഞാൻ ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ആലോചിച്ച് ഞാൻ ഫുൾ ബ്ലാങ്ക് ആവും. ഇപ്പൊ തന്നെ എനിക്ക് നമുക്ക് ലൈസൻസ് കിട്ടി, അത് ഭയങ്കര സന്തോഷം കിട്ടി. അത് നല്ല സന്തോഷം. റീസെന്റ് കിട്ടിയേ? രണ്ടും അല്ലല്ല, ഒന്ന് എന്താ കാർ. അല്ല, എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനോ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഇതിന് നല്ലൊരു ഉത്തരവൊക്കെ കിട്ടിയിട്ടുണ്ടോ. ഓവർ തിങ്ക് ചെയ്തെടുക്കുമല്ലേ? എന്നാലും എന്താ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും എൻ്റെ മനസ്സിൽ. വീട്ടിൽ എന്തായിരിക്കും എനിക്ക് എങ്ങനെയാ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്ന, പിന്നെ ചിലപ്പോൾ വരുമായിരിക്കും, അപ്പോഴത്തേക്കും എൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ബ്ലാങ്ക് ആണ്. എന്നാൽ ഞാൻ പ്രോപ്പർ ആയിട്ട് മറുപടി തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ എന്തായാലും കല്യാണം Specific, I don't have any specific moments, but I'm a person who enjoys the small little joys of life. Like yesterday I baked a cake and it turned out good, so that is my happiness. Like my favorite person gave me a rose before leaving here, so that's my happiness. And all those things, I think our life is a collaboration of small joys. So I'll always make sure to find little joy. Like today I'm having so much of fun with these lovely ladies. I've never met them before, but they made me feel at home even though I don't know the language yet. So I collect joys.
So that's my honeymoons maybe. ഓക്കെ, അപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളൊന്നും എന്റെ പേരെന്താണോന്നാണോ? അല്ല അല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി കല്യാണമൊക്കെ വരുമായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഹണിമൂൺ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് നൈറ്റിലെ ഹണിമൂൺ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാരണം അല്ല, നമ്മൾ പണ്ട് തൊട്ടുള്ള കാണുന്ന പാലും പഴം മറ്റു ഇതൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളൂ. ഇല്ലേ? സാരി ആണോ? അല്ല, സാരിയൊക്കെ കൊടുത്തല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ ഒരു പണ്ട് നമ്മൾ കാണുന്ന സിനിമയിലൊക്കെ സാരിയൊക്കെ കൊടുത്ത് അല്ലേ? അല്ല, ഞാൻ അതാണ് ആ കോണ്ടെക്സ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതാണോ പറഞ്ഞിട്ട് ഞാൻ പറയാം. അല്ല, അതാണോ ആഗ്രഹം, അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? She's asked Where do you want your honeymoon to happen? No, honeymoon எப்படி இருக்கும், ஃபர்ஸ்ட் நைட் எப்படி இருக்கும்னு கேக்குறேன். இந்த மொமெண்ட்ல சாரி தான் போட்டு സാരി പോട്ട് ரொம்ப ട്രഡീഷണൽ ആ പൂ വെച്ച് അവർക്ക് അത് വേണം. വേണം. കണ്ടോ കുട്ടിക്ക് മനസ്സിലായി. ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തത്. നിരഞ്ജന നിരഞ്ജന പറയൂ. അല്ല, എന്നാലും അല്ല, അതൊന്നും പറയണ്ട. എന്തെങ്കിലും എനിക്ക് ഈ രീതിക്ക് ലൈഫിൽ നിന്ന് ഒരു എക്സ്പെക്ടേഷൻസും ഇല്ല. അല്ല, സത്യമായിട്ട് പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനത്തെ ആലോചനകൾ ഇല്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് ഈ കല്യാണം പരിപാടി അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. കല്യാണത്തെ പറ്റി ഇതുവരെയായിട്ട് ആലോചിച്ചിട്ടില്ല. ഇല്ല, ഓണസ്റ്റ് ആയിട്ട് പറയണ തീരെ ഇല്ല. അങ്ങനെ ഗ്രേസ് ഇവിടുന്ന് ചിന്തിച്ചു കൂട്ടോ. അല്ല, ഗ്രേസ് അറിയാ ഞാൻ വൈനും കൊണ്ട് കയറണോ മറ്റേ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് കയറോ? ഇല്ല, ഞാൻ ആലോചിക്കുക അന്നത്തെ ഒരു ദിവസം ഭയങ്കര ടയേർഡ് ആയിരിക്കില്ലേ, അന്നേരം ഈ പാലുമഴൊക്കെ കുടിച്ച് ഇരിക്കാൻ ആർക്കാ നേരം? അല്ലെ തന്നെ ഈ പാലുമഴ കുടിക്കുന്നത് എന്തിനാ? വേറെന്തെങ്കിലും കുടിച്ചൂടെ? എനിക്കും അറിയാൻ പാടില്ല, പണ്ടോട്ടുള്ള കഷ്ടമാണല്ലോ മറ്റേ പാലുമഴ. എന്നാ ഉണ്ട്, മാറ്റണം നമ്മള്. എന്നിട്ട് എന്താ കൊണ്ടുവരണ്ടേ? എന്താ കൊണ്ടുവരണ്ടേ ഇതിന്റെ സ്ഥാനത്ത്? കുഴിമന്തി എന്റെ ഫേവറേറ്റ് ആണ്. അന്ന് രാത്രി കുഴിമന്തി കഴിച്ച് കിടന്ന് ഉറങ്ങി കുളിച്ചാ മതി. മന്തിയൊക്കെ കഴിച്ച് നല്ല സാരമില്ല, മന്തി മണമൊക്കെ അടിച്ച് കിടക്കാം. അത് കൊള്ളാം. എനിക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഇല്ല. ഇല്ലടാ, ഞാൻ ഒന്നത് കല്യാണം കഴിക്കാൻ പോലും ഉദ്ദേശിക്കുന്നില്ല സത്യമായിട്ടും. പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും എനിക്കൊന്ന് വളരെ കുഞ്ഞിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചിലപ്പോ നമ്മള് അന്നൊക്കെ വല്ല 8-9 വയസ്സൊക്കെ ഉള്ളപ്പോ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ ഓ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ അത്രയും ചെറുതായിരിക്കുമ്പോ ആലോചിച്ചിട്ടുണ്ട്. ഓ നമ്മളിങ്ങനെ സാരി ഉടുക്കണോ, ഓ സാരി ഉടുത്തിട്ടാണോ നടക്കുക. നമ്മള് സാരി പോലും ഉടുത്തിട്ടില്ല, അത്രയും ചെറുതാണ്. പിന്നെ എനിക്ക് പാല് ഇഷ്ടമല്ല കുഞ്ഞിലെ, എപ്പോഴും ഇഷ്ടമല്ല. പാല് കുടിച്ചാലേ പറ്റത്തുള്ളൂ, ഛർദ്ദിക്കാൻ വരുമല്ലോ അങ്ങനെയൊക്കെ കൊച്ചിനെ ആലോചിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് എന്റെ ഒന്നും അങ്ങനെ ഇരുന്ന് കല്യാണം പിന്നെ ഫസ്റ്റ് ഡേറ്റ് ഒന്നും ആലോചിക്കുന്ന പ്രായമല്ല എന്റേത്. ഒന്നാമത് അങ്ങനെയൊന്നും അതൊന്നും അല്ല ജീവിതത്തിന്, അതൊന്നും ഞാൻ കാണുന്നില്ല ഈ പറഞ്ഞ പോലെ. എനിക്ക് ഗ്രേസ് സംസാരിച്ച എന്താ ഓർമ്മ എന്നറിയോ? ടു കൺട്രീസിനകത്ത് അതെ, ടു കൺട്രീസിൽ മറ്റേ മമത മോഹൻദാസ് മറ്റേ ഫസ്റ്റ് നൈറ്റിൽ അടിച്ച് ഓഫായി കിടക്കുന്ന മറ്റേ അല്ല അങ്ങനെയല്ലേ പറഞ്ഞ. എനിക്ക് ആ ഒരു രൂപ ഇഷ്ടമുള്ള സാധനം കഴിക്കണം എന്നാണല്ലോ. മറ്റേ മന്തിയെ കഴിച്ച മറ്റേ ഫുള്ളായിട്ട് പറഞ്ഞില്ലല്ലോ. അല്ല, മന്തി ഞാൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. മന്തി കഴിക്കണം ഭയങ്കര ഇഷ്ടമാണോ? ഫുഡ് ഇതുപോലെ ഇപ്പം ഗ്രേസ് പറഞ്ഞ പോലെ മന്തി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോ കിട്ടിയാലും കഴിക്കുന്ന ഒരു ഫുഡ് എന്താ? ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഞാൻ കോഴിക്കോട് ടോപ്പ് ഫോം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട്, എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടം. കാണിച്ചേച്ചിക്കോ? എനിക്കും ബിരിയാണിയാണ്, പക്ഷെ ബിരിയാണി വെച്ചിട്ട് നന്നായിട്ട് വയറിളകി നാളെ ഛർദിക്കുകയും ചെയ്തു. 19 തവണ ഛർദിച്ചു. അതിന് ശേഷം എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണി. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഊണ്, എനിക്ക് മീൻകറി, ഇങ്ങനത്തെ നോർമൽ അവിയൽ, തോരൻ, ചോറ്, ആ ഊണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് രണ്ടാണ് എന്റെ ഏറ്റവും മുകളിൽ. ബാക്കിയെല്ലാം എല്ലാം ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് ചിക്കൻ ബിരിയാണിയും ഇത് രണ്ടുമാണ് ഏറ്റവും ഇഷ്ടം. അഭിരാമി ഫേവറേറ്റ് ഫുഡ്? മോർ കുഴമ്പ്, കൊഴുക്കട്ടൈ, ഓക്കെ സെറ്റ്. ചേച്ചി, ഞാൻ അപ്പൊ ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നേ, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഏതൊരു സിനിമ എടുത്താലും അവിടെ കുറച്ച് എന്താ പറഞ്ഞ, ഈ ഒരു സിനിമ എടുത്താൽ അതിൽ പാട്ട് വേണം, ഫൈറ്റ് വേണം. അപ്പൊ
അങ്ങനെ കുറേ റൂൾസ് ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും അല്ലേ, കാണുമ്പോഴത്തേനും ചില കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആണ്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ കൊമേഴ്ഷ്യലി ആവണമെങ്കിൽ പാട്ട് വേണം, ഇങ്ങനെ ഫൈറ്റ് വേണം എന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോഴന്ന് വരുമ്പോഴത്തേക്കിനും ആ ഒരു ചട്ടക്കൂടിലൊക്കെ മാറി സിനിമ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിലൊക്കെ പോയി ഒരുപാട് വേൾഡ് മൂവീസും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മൂവീസിലൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്ത ഒരാളാണ്. അപ്പം ചേച്ചി അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാരണം മലയാള സിനിമ ഒരുപാട് മാറിയിട്ടില്ലേ? ഞാനതിന് ഇതൊരു പെർഫോമിങ് സ്പേസ് ആണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ചട്ടക്കൂട് ഉണ്ടെന്നൊന്നും, പാട്ടുള്ളതും രസമാണ്. അങ്ങനെ ഒരു ഇത് പാടില്ല എന്നോ പാട്ട് വേണമെന്നോ ഞാൻ ഒരു ആർട്ടിസ്റ്റ് നിലയിൽ കരുതുന്നില്ല. പിന്നെ ഈ പാട്ടൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സിനിമ വന്നത് മ്യൂസിക്കൽസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പൊ ഹോളിവുഡിൽ മ്യൂസിക്കൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ടേഴ്സ് തന്നെ പാടി, ആക്ടേഴ്സ് തന്നെ ഡാൻസ് ചെയ്ത് വന്നിരുന്ന സിനിമകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ അങ്ങനെയുള്ള സിനിമകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പാട്ടുകൾ തന്നെ വന്നത്. അല്ലാതെ നമ്മൾ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല, അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് മ്യൂസിക്കൽസ്. ഇപ്പോൾ റോമിയോ ജൂലിയറ്റിന്റെ കഥകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വന്നിട്ടുള്ള വെസ്റ്റ് സൈഡ് സ്റ്റോറിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളാണ്. അതും ആ ആർട്ടിസ്റ്റുകൾക്ക് എന്ത് രസം, അവരെന്നെയാണ് പാടുന്നത്, അവരെന്നെയാണ് ഡാൻസ് ചെയ്യണത്, നമുക്കത് ഓരിത്തായിരിക്കും കണ്ടു. ആ ഒരു ടെംപ്ലേറ്റിനെയാണ് നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ പിന്നെ ആക്ടേഴ്സ് തന്നെ പാടുന്ന രീതി ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പോയി ഇപ്പോഴും പാടാൻ കഴിവുള്ള ആക്ടേഴ്സ് ചില സമയത്ത് പാടാറുണ്ട്. അതൊരു രീതി എന്നല്ലാണ്ട് അത് പാടില്ല എന്നോ അത് എന്തായാലും വേണമെന്നൊന്നും ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ കരുതുന്നില്ല. ആ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ശരിയായ ജീവിതമേ റിയലിസ്റ്റിക് മാത്രമാണെന്ന് അല്ല നമ്മൾ വിചാരിക്കണേ. ഞാൻ അറ്റ്ലീസ്റ്റ് അല്ല, അതിൽ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈൽ ഉള്ളതുണ്ടാവും, ഇങ്ങനെ യഥാതഥമായിട്ടുള്ളതുണ്ടാവും, പല പല ജോണേഴ്സ് ഉണ്ടാവുമല്ലോ. അതിൽ ആ സിനിമയ്ക്ക് വേണ്ട അതിന് വന്നിരിക്കുന്ന കാഴ്ചക്കാരെ രസിപ്പിക്കാനും ആ കഥ ഏറ്റവും നന്നായി പറയാനും എന്ത് സങ്കേതമാണോ ഉപയോഗിക്കേണ്ടത്, അത് അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും തിരക്കഥയിലാണെങ്കിലും അതിനുണ്ടാവാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണോ വേണ്ടേ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ലോ മോഷൻ ഉപയോഗിക്കണോ വേണ്ടേ, അങ്ങനെ അതൊരു അതിന്റെ ഓഥർ ചിന്തിച്ചെടുക്കുന്ന തീരുമാനമാണ്. അത് ആ കഥ ഏറ്റവും നന്നായി പറയാനും അത് ഏറ്റവും നല്ല ഇമ്പാക്ട്ഫുള്ളി ആളുകളിലേക്ക് അത് രസിപ്പിക്കുന്ന രീതിയിൽ എത്തിപ്പിക്കാൻ എന്താണോ അതിന് വേണ്ടത് അതാണ് ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ പാട്ടുണ്ടാവാം, ആക്ഷൻ ഉണ്ടാവാം, ചിലപ്പോൾ പാട്ടുണ്ടാവില്ല, അങ്ങനെ. ഓക്കെ, ഇപ്പോൾ OTT ഒക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ഇപ്പം മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഗ്രേസ് അഭിനയിച്ച ഒരു കനകം കാമിനി കലഹം എന്നുള്ള ഒരു പടം, അത് ഭയങ്കര ഒരു കോമഡി ഫിലിമാണ്, ഒരു അപ്സൈഡ് കോമഡി എന്നൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ പല ഡയലോഗ്സ്, ഇപ്പം അതിലൊരു ഡയലോഗുണ്ട്, ഗ്രേസ് ചോദിക്കുന്നുണ്ട് ഇത്രയും സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നിട്ടും നിങ്ങളൊന്നും അനങ്ങാതെ അവിടെ ഇരിക്കുകയാണെന്ന് ചോദിക്കുമ്പോഴത്തേനും ജോയ് സാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മൾ കലാകാരന്മാർ കലയിലൂടെ മാത്രമേ ഇതിനൊക്കെ പ്രതികരിക്കുന്നവർ. അതൊക്കെ ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള കോമഡീസ് ആണ്. പക്ഷേ എനിക്കൊന്നും മലയാളികൾക്ക് അധികം കണക്ട് ആവാത്തതുകൊണ്ടായിരിക്കാം അല്ലേ, എനിക്കൊന്നും അത് അത്ര ഒരു പ്രേക്ഷകർ അത്ര അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറേ ജേണേഴ്സ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും മലയാളികൾക്ക് അധികം വശമില്ലാത്ത കുറേ ജേണേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ് ഗ്രേസിന്? തിയേറ്ററിൽ ആക്ച്വലി ഈ പടം വർക്കായില്ല, വന്നതിന് ശേഷമായിരുന്നു അത് കുറച്ചും കൂടെ ആൾക്കാരത് കാണാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു റൈറ്ററിന്റെ സ്വാതന്ത്ര്യമാണ്. അയാൾ കാണുന്ന അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണല്ലോ ഈ പടം ക്രിയേറ്റ് ചെയ്യുന്നത്. ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളത് പോർട്രേ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവര് ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് വർക്കായി എന്ന് വരില്ല, പക്ഷെ എന്നാലും നമ്മൾ പടം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളത് ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തി ഒരു ആസ്വാദക എന്നുള്ള രീതിയിൽ ഇത് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് എസ്പെഷ്യലി ഏത് ടൈപ്പ് ഹ്യൂമർ ആണെങ്കിലും, ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ ഓഡിയൻസ് ഇപ്പൊ ചോദ്യം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഓഡിയൻസ് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ OTT വന്നപ്പോഴും ആൾക്കാർ അത് ഇപ്പൊ താനത് സംസാരിക്കുമ്പോഴും ആ ഡയലോഗ് അതുകൊണ്ട് തന്നെയാണല്ലോ. തിയേറ്ററിൽ കണ്ടിരുന്നു അപ്പൊ അപ്പൊ അത് അതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു എന്താ പറയാ അത്രയും ഹെൽപ്പ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അത് അങ്ങനെ ആൾക്കാരിലേക്ക് എത്തുന്നത്. ഏത് ടൈപ്പ് പടമാണെങ്കിലും, മറ്റേ ഡയലോഗ് പറഞ്ഞ പോലെ ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുന്നത്, ഏത് ടൈപ്പ് പടമാണെങ്കിലും ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഇപ്പം നമ്മുടെ പടത്തിന്റെ റിലീസൊക്കെ ഇനി എന്നാണ്? ഉടനെ ഉണ്ടോ സീരീസ്? അതെ, ഞാൻ ഏത് സിനിമയുടെ പ്രൊമോഷന് പോയിരുന്നു, ഇത് വായിലിപ്പോ സിനിമയുടെ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഓരോ എപ്പിസോഡും നിങ്ങൾ ഓരോരുത്തരുടെ കഥയാണല്ലോ, ഞാൻ അതിങ്ങനെ അറിഞ്ഞു. ഇല്ല, അല്ല നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോ എപ്പിസോഡാണെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു അല്ലേ?
അതെ. അല്ല ഒരു എപ്പിസോഡിൽ 5 മിനിറ്റ് രണ്ടാമത്തെ എപ്പിസോഡ് എല്ലാ എപ്പിസോഡിലും ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു എപ്പിസോഡിലേക്ക് ചുരുക്കി. നന്നായി, അതുകൊണ്ട് ബാക്കി എല്ലാവരും കുറച്ച് എപ്പിസോഡിലൊക്കെ ഉണ്ട്. അത് എനിക്ക് കുറച്ച് കുറഞ്ഞു പോയെന്നല്ലേ? അല്ലല്ല, ഞാൻ വേറെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ല. അത് പറ, എനിക്കൂടെ മനസ്സിലാവും. പറ. ഇത്രയും നന്നായി അഭിനയിക്കുന്ന രണ്ടുപേരെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി മീഡിയോക്കർ ആയിട്ട് വരുന്നവരുടെ സമയമൊക്കെ ഇങ്ങനെ പോവാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ എപ്പിസോഡ് ഉണ്ട്. അപ്പൊ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പം ഉടനെ റിലീസ് ഉണ്ടോ? ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമോ? ഉടനെ റിലീസ് ഉണ്ട്, അത് മാത്രമേ അറിയുള്ളൂ. ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറയാറായിട്ടില്ല. ഓക്കെ, നമ്മൾ അഭിരാമിയുടെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ രാക്ഷസൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കയറി വന്നപ്പോൾ ഞാൻ വെച്ചു ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം എന്നോട് അനു എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്, അനു എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടെന്ന്. അത് വെച്ചു. അപ്പോൾ ആ കുട്ടി തന്നെ ഓക്കെ, അപ്പൊ ആ കുട്ടി തന്നെയാണോ ഈ കുട്ടി? പക്ഷെ ആ കുട്ടി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ പോയപ്പോഴാണ് ഓക്കെ ഞാൻ മലയാളി അല്ലായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് മലയാളം മൂവിയാണോ? I'm like very happy and excited. I've always like felt I've belonged here because of the lovely scripts and all. Like I always wanted to work here in this industry with Malayalam people and all those things. So I feel very happy, especially debuting alongside all my favorite actresses and amazing Suraj sir and all. So it's quite exciting. This is your First Malayalam project. എങ്ങനെയുണ്ട്? കേരളത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? I've been here for vacations. It's my favorite place. Parampuri is my favorite food. So just to eat that, I'll She come. had Parampuri in the morning. Morning. First thing I did was to land and get Parampuri. എങ്ങനെയുണ്ട്? മലയാളത്തിൽ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ ആക്ടിംഗ് How was എക്സ്പീരിയൻസ്? the experience? It was lovely. Like people here are very collaborative. Like it's not like oh you just read the script and you like I'll tell you what to do, you act. It's not like that. Like people Nitin sir, Cheta was like very friendly. They made me sit together and we discussed how we want to approach the scene. That was very new to me because I'm very used to getting instructions and just following it. But first time I felt oh I'm in a collaborative space. So that made me feel so happy and wanted me to do more Malayalam films. I have to sign more projects like that. So yeah. How you rate Malayalam as a Tamil audience? How do I? Rate Malayalam as a Tamil. I don't feel I'm qualified enough to rate any industries because everything is full of passion and love for cinema. So I'm just a small dot in this industry and I'm grateful for every project that I'm doing and I'm immensely grateful for this project specifically because it's been like almost like davam, like you know what they say, like it's almost like a prayer for me. I've always wanted to get a Malayalam project and unfortunately I got this, so I'm quite excited for you to see the role. മലയാളത്തിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കണ്ടൊരു ഫിലിം ഏതാ? Avesham. ആവേശം. ഇഷ്ടപ്പെട്ടോ? I'm a huge fan of Fagad Fazil sir, so his films I'll go and watch it immediately. Like I don't even care, even he can just stand on the screen and do nothing, I'll be like Fagad Fazil sir. I'm that kind of a fan of him. So മലയാളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ഫഹദാണോ? I have a lot of people. Prithviraj sir, of course Suraj sir, and Fagad Fazil sir is like my goat, like my inspiration. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവർ രണ്ടുപേരുടെ സാൻഡൽസ് ഒന്നാണല്ലോ, ഒരേപോലത്തെ ആണല്ലോ. നിങ്ങൾ ഒരേ കടയിൽ നിന്ന് വാങ്ങിച്ചത്? അതെ ആണോ? മറ്റേ നമ്മുടെ സിനിമയ്ക്കകത്ത് ചോദിക്കില്ലേ, സുരേഷ് ഏട്ടന്റെ കടയിൽ നിന്നാണല്ലേ? മറ്റേ ഏത് സിനിമയ്ക്കകത്തായിരുന്നു? ദുൽഖറിന്റെ ഏതൊരു പടത്തിൽ ചോദിക്കും. അയ്യോ, അതേത് പടമായിരുന്നു? ആ പടം ദുൽഖറിന്റെ ഏത് പടമായിരുന്നു? ആ മറ്റേ അല്ല സത്യം, മറ്റേ സൗബിക്കയോട് ചോദിക്കുന്നൊരു ഡയലോഗ് ഉണ്ട് അല്ലേ? പറവയല്ല, അയ്യോ അതേത് പടമായിരുന്നു? അല്ല ഏത് ഒരു യമണ്ടൻ പ്രണയം അതിനകത്ത്, ആ പടത്തിൽ പുള്ളിയുള്ളവര് രക്ഷപ്പെട്ടു. അപ്പൊ അതിനകത്ത് ചോദിക്കുന്ന പോലെ രമേശിന്റെ കാലം ഒരു വാക്ക് പറയായിരുന്നു എന്ന് പറഞ്ഞ പോലെ. കേട്ടാ, നൈസ്. അപ്പൊ നിങ്ങൾ 3 പേരടുത്തുനിന്നാണ് വാങ്ങിക്കുന്നല്ലേ? ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് ഇത് കാണാൻ വേണ്ടിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. മുമ്പേ പറഞ്ഞില്ലേ, കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ വെബ് സീരീസ്. താങ്ക് യു.